എനിക്കിവിടെ സംസാരിക്കാനായി തന്നിരിക്കുന്ന വിഷയം ക്ഷേത്രോപാസനയും വ്രതങ്ങളും നിത്യകർമാനുഷ്ഠാനവും എന്നതാണ്. വാസ്തവത്തിൽ ക്ഷേത്രോപാസനയും വ്രതങ്ങളും നിത്യകർമാനുഷ്ഠാനവും ഒക്കെ എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പാലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എത്രമാത്രം അതിന്റെ അന്തസത്ത അറിഞ്ഞുകൊണ്ട് നമുക്ക് അത് ആചരിക്കാൻ കഴിയുന്നുണ്ട് എന്നതിനനുസരിച്ചാണ് നമ്മൾക്ക് അതിന്റെ ഫലം ലഭ്യമാകുന്നത്. പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ് ആചരിക്കാൻ നമുക്ക് കഴിയാറില്ല. കാരണം നമുക്ക് അതിനാവശ്യമായ അറിവുകൾ പകർന്ന് ലഭിക്കാനായിട്ട് ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ ലഭിച്ചത് വളരെ കുറവ് മാത്രമാണ്. ആ കുറവുകൾ ഇവിടെ നികത്തപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ ഇതേപോലെ പ്രഭാഷണങ്ങൾ നിരന്തരം കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ പലതിന്റെ ആവർത്തനമായിരിക്കാം. എന്നിരുന്നാലും പല പുതിയ അറിവുകളിലേക്ക് നമുക്ക് ചെന്നെത്താനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ഈശ്വര വിശ്വാസവും മറ്റ് സെമിറ്റിക് മതങ്ങളുടെ, നമുക്ക് ചുറ്റും കാണുന്ന മറ്റ് മതങ്ങളുടെ ഈശ്വര വിശ്വാസവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാതെ അതേ രീതി പിന്തുടർന്നു പോകാറുണ്ട്. അത് തന്നെയാണ് നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ: ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ എന്താണ് ഈശ്വരാനുഗ്രഹം എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ നമുക്ക് കഴിയാറുണ്ടോ? എന്താണ് ഈശ്വരാനുഗ്രഹം എന്ന് ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ എന്താണ് ഹിന്ദുവിന്റെ ഈശ്വര സങ്കല്പം എന്ന് നാം അറിഞ്ഞിരിക്കും. മറ്റു നമുക്ക് ചുറ്റും കാണുന്ന മതങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങ് സ്വർഗസ്ഥനായിരിക്കുന്ന ഒരു ഈശ്വരനുണ്ട്. അദ്ദേഹം എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ അതിൽ നിന്ന് അന്യമായിട്ട് ജീവിക്കുന്നു. ഈ ഒരു സങ്കല്പത്തിലാണ് മറ്റ് മതങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മളും അതൊക്കെ പിന്തുടർന്ന ഒരു വിശ്വാസത്തിന്റെ ആളുകളായിട്ട് മാറിയിട്ടു. പക്ഷെ അതിൽ നിന്നൊക്കെ എത്രയോ അപ്പുറത്താണ് ഭാരതത്തിലെ ഈശ്വര സങ്കല്പം. അത് വെറും ഒരു വിശ്വാസമല്ല, അത് അനുഭവിച്ചറിഞ്ഞ വസ്തുതകളാണ്. മറ്റു പലരും നമ്മോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഒരു മതസ്ഥാപകനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊരു മതഗ്രന്ഥം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അവർക്കുണ്ട്, നമുക്കറിയാം, അവരുടെ ഗ്രന്ഥം നമുക്കറിയാം. പക്ഷെ നമുക്ക് ഒരുപാട് ഗ്രന്ഥമുണ്ട്, ഏതോ നമുക്കറിയില്ല. ഞങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരനുണ്ട്, ഒരേ ഒരു ഈശ്വരൻ, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എത്ര ദൈവങ്ങളാണ്? ഇതിന് കൃത്യമായിട്ട് ഉത്തരം നമുക്കില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ എന്തോ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഉപാസനാ മാർഗത്തെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ നമ്മൾ പരാജയപ്പെടും. എന്താണ് ഇതിന്റെയൊക്കെ ഉത്തരം? ഒരു മണിക്കൂർ സമയം കൊണ്ട് പറയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഭാരതത്തിലെ ഈശ്വര സങ്കല്പം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഒരേ ഒരു ഈശ്വരൻ തന്നെ ഇവിടെയുള്ള പ്രപഞ്ചത്തിലുള്ളൂ. ഏകം സത് വിപ്ര ബഹുധാ വദന്തി, ഏകമേവ അദ്വിതീയം, ഒന്നേ ഉള്ളൂ, രണ്ടില്ല. ഏകമേവം എന്ന് പറഞ്ഞിട്ട് ഇനി സംശയം ഭാഗ്യാവൃതം കരുതിയിട്ടാണ് അദ്വിതീയം എന്ന് കൂടി പറഞ്ഞിരിക്കുന്നത്. രണ്ടില്ല. ഇനി നമ്മൾ തന്നെ മലയാളത്തിൽ ചൊല്ലുന്ന ഹരിനാമ കീർത്തനുണ്ട്. എന്താണ് പറയുന്നത്? ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ വല മിണ്ടാവതല്ല മമ, പണ്ടേ കണക്ക വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകെങ്കിൽ ഇഹ നാരായണായ മമ. ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ ആരാണ്? നമ്മളാണ്. എന്താണ് മറ്റുള്ളവർ പറയുന്ന ഒന്നും നമ്മൾ പറയുന്ന ഒന്നും നമ്മളുടെ വ്യത്യാസം? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവർക്ക് ഒരു ഈശ്വരനുണ്ട്, ഇപ്പുറത്ത് കുറെ ആളുകളുണ്ട്, മറ്റ് ജീവികളുണ്ട്. നമുക്ക് ആകെ ഒരു ഈശ്വരനെ ഉള്ളൂ. അതിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അതിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല.
ഈശ്വരന് നിന്ന് അന്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല. ഭഗവത്ഗീത അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത് 18 അധ്യായവും ഉപദേശിച്ചു കൊടുത്തിട്ട് അർജുനൻ സംശയം തീരാത്ത സമയത്ത് എന്താ കൃഷ്ണൻ ചെയ്തത്? തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. വിശ്വരൂപ ദർശനം. അതിലപ്പുറത്ത് മറ്റൊന്നും അവിടെ ഇല്ല. നൂറ്റുവന്മാരും അതിലുണ്ട്, കൗരവന്മാരുണ്ട്, അർജുനുണ്ട്, എല്ലാവരും അതിനകത്തുണ്ട്. അപ്പൊ ദൈവത്തിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. സകല ചരാചരങ്ങളിലും ഈശ്വരൻ അധിവസിക്കുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് ഭാരതീയർ. വെറും വിശ്വാസമല്ല, അനുഭവിച്ചറിഞ്ഞവരാണ് ഭാരതീയർ. കാരണം ഈശ്വരാന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളവർ ഭാരതത്തിലുള്ളവരെ പോലെ മറ്റു ലോകത്തിൽ ആരും തന്നെയില്ല. ഇതിനെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ആധ്യാത്മികതയുടെ വിളനിലമാണ് ഭാരതം. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടായി, ലോകത്തെവിടെയെങ്കിലും ആധ്യാത്മികതയുടെ ഒരു സ്ഫുരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ലോകത്തെവിടെയെങ്കിലും ഒരു സ്ഫുരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിവേര് അന്വേഷിച്ച് ചെന്നാൽ നാം ചെന്നെത്തുന്നത് ഭാരത ഭൂമിയിലായിരിക്കുമെന്ന്. ഭാരതത്തിൽ നിന്നുമാണ് ആധ്യാത്മികത ഉയർന്നു വന്നിട്ടുള്ളത്. ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള സന്ദേശവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഭാരതം ലോക ഗുരുസ്ഥാനം അലങ്കരിച്ചിരുന്നത്. നിരവധിയായ ആളുകൾ ഈശ്വരാന്വേഷികളായിട്ട് കഠിന തപം ചെയ്ത നാടാണ് ഭാരതം. അവരൊക്കെ അവസാനം എന്താണ് അനുഭവിച്ചറിഞ്ഞത്? പുറത്തുള്ള ഈശ്വരനെ അല്ല അനുഭവിച്ചറിഞ്ഞത്. ഇത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ നമ്മൾ സത്യം അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഉപാസനയ്ക്ക് കഴമ്പുണ്ടാവുക. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് ഭാരതത്തിലെ ഈശ്വരാന്വേഷികളായിട്ടുള്ള ആളുകളൊക്കെ അവസാനം അവർ സ്വയം ഈശ്വരനായിട്ട് മാറിയതാണ് ഭാരതത്തിലെ അവസ്ഥ. നരനും നാരായണനായിട്ട് മാറാം. കാരണം എല്ലാവരിലും ഈശ്വരനുണ്ട്, ഈശ്വരത്വമുണ്ട്. പക്ഷെ നമ്മൾ അത് അറിയാതെ ജീവിച്ചു പോകും. അതാണ് നമ്മുടെ അവസ്ഥ. ആ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തിനെയാണ് നമ്മൾ ഉയർത്തേണ്ടത്. അതിനെ ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അറിവ് വേണം, അനുഷ്ഠാനം വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഉയർത്താൻ സാധിക്കുള്ളൂ. ആദ്യം അറിവ് സമ്പാദിക്കണം. അറിവ് സമ്പാദിച്ചുകൊണ്ട് കാര്യം മാത്രമായില്ല. അപ്പൊ നമുക്ക് ഗുണം ചെയ്യണമെങ്കിൽ അനുഷ്ഠാനത്തിൽ കൊണ്ടുവരണം. അറിവും അനുഷ്ഠാനവും വേണം. ആ സമയത്താണ് നമുക്ക് അതിന്റെ ഗുണസിദ്ധി ഉണ്ടാവുക. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങൾ തന്നിരിക്കുന്നത്. ക്ഷേത്രോപാസന, രണ്ടാമത്തത് വ്രതങ്ങൾ, മൂന്നാമത്തത് നിത്യകർമാനുഷ്ഠാനം. ഇത് നമ്മുടെ ജീവിതത്തിൽ നിത്യേന ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ വ്രതങ്ങളും ക്ഷേത്ര ഉപാസനയും നിത്യകർമാനുഷ്ഠവും സമ്മേളിക്കുന്ന ഒരു സമയമാണത് ഈ മണ്ഡലകാലം. ഈ മണ്ഡലകാലത്ത് നമ്മൾ 41 ദിവസത്തെ വ്രതമെടുക്കുന്നു. എന്താണ് ഈ 41ന്റെ മണ്ഡലകാലത്തിന്റെ പ്രത്യേകത എന്ന് അറിയാമോ? നമ്മുടെ മനുഷ്യരുടെ ഒരു വർഷക്കാലമാണ് ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വർഷക്കാലം ദേവന്മാരുടെ ഒരു ദിവസമാണ്. അപ്പൊ നമ്മൾ 6 മാസം അവർക്ക് പകലും അടുത്ത 6 മാസം അവർക്ക് രാത്രിയുമാണ്. ഈ 6 മാസത്തെ നമ്മൾ ഉത്തരായണ കാലം എന്ന് പറയാറുണ്ട്. അടുത്ത 6 മാസത്തെ ദക്ഷിണായന കാലം എന്ന് പറയാറുണ്ട്. ഇതാണ് ദേവന്റെ ഒരു ദിവസം. നമ്മളൊക്കെ ഒരു ദിവസത്തില് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയാറുണ്ട്. വെളുപ്പിന് 48 മിനിറ്റ് മുന്നേയുള്ള 48 മിനിറ്റ് സമയമാണ് ബ്രഹ്മമുഹൂർത്തം. വെളുക്കുന്നതിന് 48 മിനിറ്റ് മുന്നേയുള്ള 48 മിനിറ്റ് സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഈ ബ്രഹ്മമുഹൂർത്തമാണ് ഉപാസനയ്ക്ക് ഏറ്റവും നല്ല സമയം. ആ സമയത്ത് എഴുന്നേറ്റിരുന്നിട്ട് വേണം നമ്മൾ ഈശ്വരോപാസന ചെയ്യാമെന്ന് പറയാറുണ്ട്. ദേവന്മാരുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ദിവസത്തിന്റെ ബ്രഹ്മമുഹൂർത്തമാണ് ഈ 41 ദിവസം വരുന്ന മണ്ഡലകാലകാലം. അതാണ് ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത. ദേവന്മാരുടെ ബ്രഹ്മമുഹൂർത്തമാണ് ഈ മണ്ഡലകാലം. അതുകൊണ്ട് ഈശ്വരോപാസനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് ഈ മണ്ഡലകാലം. വൃശ്ചികം 1 മുതൽ അടുത്ത 41 ദിവസം. ഈ ദിവസം നമ്മൾ വ്രതമെടുക്കണം, വ്രതശുദ്ധിയോടുകൂടി ജീവിക്കണം. എന്താണ് വ്രതം? ശരിക്കും ഈ വ്രതം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്രതത്തിന്റെ അന്തസത്ത അറിഞ്ഞാണ് നമ്മൾ വ്രതം എടുക്കാറുള്ളത്. 3 ശുദ്ധിയാണ് വ്രതത്തിന്റെ അടിസ്ഥാനം.
മാനസികം, വാചികം, കായികം. ഈ 3 ശുദ്ധി നേടാൻ വേണ്ടിയിട്ടാണ് വ്രതങ്ങള്. മാനസികമായ പരിശുദ്ധി നേടാൻ വേണ്ടിയിട്ടാണ് വ്രതത്തിന്റെ ഒരു പ്രധാന ഭാഗം. ശുദ്ധമായ മനസ്സിനെ സൃഷ്ടിച്ചെടുക്കുക, മനോമാലിന്യങ്ങൾ ഇല്ലായ്മ ചെയ്യുക. മനസ്സിൽ എന്തെല്ലാം ഉണ്ട്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അസൂയ, കുശുമ്പ്, പലതും നിറഞ്ഞിരിക്കുക നമ്മുടെ മനസ്സിൽ. ഇതെല്ലാം പോയിട്ട് മനസ്സിനെ നിർമ്മലമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം വ്രതത്തിന്റെ ഭാഗമായിട്ട്. അത് മാനസികമായിട്ടുള്ള കാര്യം. പിന്നെ വാചികമായിട്ടുള്ളത് സംസാരം. സംസാരം ശുദ്ധീകരിക്കാൻ കഴിയണം. ആരെയും മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാൻ പാടില്ല, ആരെയും വേദനിപ്പിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, മറ്റു രീതിയിലുള്ള ഒരു അശുഭമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. വാക്ശുദ്ധി പാലിക്കണം വ്രതത്തിന്റെ ഭാഗമായിട്ട്. മൂന്നാമത് എന്താണ്? കായികം, ശാരീരികമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല, പകൽ ഉറങ്ങാൻ പാടില്ല, ഭക്ഷണം ശുദ്ധമായിരിക്കണം. ഇങ്ങനെ ശാരീരികമായിട്ടുള്ള ശുദ്ധി പാലിക്കണം. ഇത് 3മാണ് നമ്മുടെ എല്ലാ വ്രതത്തിന്റെയും അടിസ്ഥാനം. വ്രതങ്ങൾക്കൊരു ലോപവും ഇല്ലാത്തവരാണ് ഹിന്ദുക്കൾ. ദിവസം വ്രതമുണ്ട്, നമുക്ക് നിത്യവ്രതമുണ്ട്. ഞായറാഴ്ച വ്രതമുണ്ട്, തിങ്കളാഴ്ച വ്രതമുണ്ട്, ചൊവ്വാഴ്ച വ്രതമുണ്ട്, ബുധനാഴ്ച വ്രതമുണ്ട്, വ്യാഴാഴ്ച വ്രതമുണ്ട്, വെള്ളിയാഴ്ച വ്രതമുണ്ട്, ശനിയാഴ്ച വ്രതമുണ്ട്. ഇതൊക്കെ കാമ്യവ്രതങ്ങളാണ്. നമ്മൾ ഓരോരോ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള വ്രതങ്ങളാണ് ഈ കാമ്യവ്രതങ്ങൾ. ഓരോ ദിവസവും നമ്മൾക്ക് വ്രതങ്ങളുണ്ട്. മാസത്തിൽ 2 ഏകാദശി വ്രതങ്ങൾ നമുക്കുണ്ട്. ഒരു ദിവസം പകൽ മാത്രം നോൽക്കുന്ന വ്രതങ്ങളുണ്ട്, ഷഷ്ടി പോലത്തെ വ്രതങ്ങളുണ്ട്. രാത്രിയും പകലും നോൽക്കുന്ന ശിവരാത്രി പോലത്തെ വ്രതങ്ങളുണ്ട്. 9 ദിവസം നോൽക്കുന്ന നവരാത്രി വ്രതങ്ങളുണ്ട്. വ്രതങ്ങൾക്ക് നമുക്കൊരു ക്ഷാമവുമില്ല. നമ്മള് വ്രതം എടുക്കാറില്ല. അപ്പൊ വ്രതം എടുക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം. വ്രതത്തിന്റെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ക്ഷേത്രോപാസനയുടെ ലക്ഷ്യം എന്താണ്? ക്ഷേത്രോപാസനയുടെ ലക്ഷ്യവും ഇത് തന്നെയാണ്. അകത്തിരിക്കുന്ന ഒരു ഈശ്വരനെയാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിലും നമ്മൾ എങ്ങോട്ടാ നോക്കുന്നത്? ഹൃദയ അർജുന തിഷ്ഠതി എന്ന് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയാ? ഹൃദയത്തിലാണ്. ഹൃദയ പത്മത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. നമ്മൾ അമ്പലത്തിൽ പോയി അറിയാതെ ഇങ്ങനെ കൈകൂപ്പും. താമര മുട്ടൻ രൂപത്തിൽ കൈകൂപ്പിയിട്ട് ഹൃദയ പത്മത്തിൽ ഇവിടെ ഇങ്ങനെ വെക്കും. എന്നിട്ട് കണ്ണടയ്ക്കും. എന്നിട്ട് ഇവിടേക്കാ നോക്കണം, അല്ലേ? മണിക്കൂറുകൾ ക്യൂ നിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നടയിലെത്തുമ്പോൾ 1 സെക്കൻഡ് കിട്ടുന്ന സമയത്ത് ഉടൻ നമ്മൾ കണ്ണടച്ച് അകത്തേക്കാണ് നോക്കുന്നത്. ഇവിടെയാണ് ഈശ്വരൻ. ഇതൊരു സത്യമാണ്. ആ ഈശ്വരനെയാണ് നമുക്ക് അറിയേണ്ടത്. അതിനുള്ള അന്വേഷണമാണ് നടത്തുന്നത്. അതിനുള്ള ലളിതമായ ഉപാധികളാണ് ക്ഷേത്രങ്ങളൊക്കെ തന്നെ. ഒരാള് ചെറുപ്പം മുതലേ നിത്യ ഉപാസകനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യത്തിലും അയാൾക്ക് ക്ഷേത്രം വേണമെന്ന അവസ്ഥയുണ്ടെങ്കിൽ അയാളുടെ ജീവിതം പാഴായി എന്നാണ് പറയുന്നത്. മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമറന്നു മരണെല്ലാം മനതാരിൽ വന്നു വിളയാടിയിടേണം തിരുവൈക്യം വാഴും ശിവശംഭോ. വളരെ അസുഖമായിട്ട് മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റും. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനതാരിൽ വന്ന് വിളയാടിയിടേണം തിരുവൈക്യം വാഴും ശിവശംഭോ. ഇത് മരിക്കാൻ നേരത്തെ വരില്ല. മരിക്കുന്നതിന് മുന്നേ തന്നെ ഹൃദയപത്മത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ നിത്യസാധനയിലൂടെ, വ്രതങ്ങളിലൂടെ, നിത്യകർമാനുഷ്ഠാനത്തിലൂടെ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജന്മം പാഴായി. പിന്നെ മരണകാലത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. അതിനുവേണ്ടിയുള്ള അഭ്യാസമാണ് ക്ഷേത്രത്തിലൂടെ നടക്കുന്നത്. അത് വിശദമായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ക്ഷേത്രോപാസന ചെയ്യാൻ 5 ശുദ്ധി പാലിക്കണം. അങ്ങനെ വേണം ക്ഷേത്രോപാസന ചെയ്യാൻ. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് കുളിക്കാറുണ്ട്, ശരീരശുദ്ധി പാലിക്കാറുണ്ട്. 2ാമത്തെ ശുദ്ധി മനഃശുദ്ധിയാണ്. 3ാമത് ഭക്ഷണശുദ്ധിയാണ്. 4ാമത് നേരത്തെ പറഞ്ഞ വാക്ശുദ്ധിയാണ്. 5ാമത് കർമ്മശുദ്ധിയാണ്. ഈ 5 ശുദ്ധി പാലിച്ചിട്ട് ക്ഷേത്രോപാസന ചെയ്താൽ ഇത് തിളങ്ങാൻ തുടങ്ങും. ഉള്ളിലെ ഈശ്വരൻ പ്രകാശിക്കാൻ തുടങ്ങും. ആ ഈശ്വരൻ പ്രകാശിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാകുന്നത്, നമ്മുടെ രോഗങ്ങൾ മാറുന്നത്. ഒരു അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത്
വഴിപാട് ചെയ്യുന്ന സമയത്ത്, പ്രതിഷ്ഠണം വെക്കുന്ന സമയത്ത്, നാമം ജപിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിന് നമ്മളിങ്ങനെ തേച്ചു മിനുക്കി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ഇത് പ്രകാശിതമാകുന്നുണ്ടോ അത്രമാത്രമാണ് നമുക്ക് ക്ഷേത്രോപാസനയുടെ ഫലം ലഭിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാകുന്നത്, നമ്മുടെ വഴിപാടുകൾ സഫലമാകുന്നത്. ഇല്ലെങ്കിലൊക്കെ അത് വ്യക്തമായിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കൊരു സംശയം ഉണ്ടാവാം. ഒരു ഈശ്വരനല്ലേ ഉള്ളൂ, പക്ഷെ എത്ര എത്ര ഈശ്വരന്മാരാണ്. ഒരു ഭാഗത്ത് ഗണപതി, ഒരു ഭാഗത്ത് സരസ്വതി, ഒരേ അമ്പലത്തിൽ തന്നെ കുറെ ഉപദേവതമാര്, പിന്നെ പോകുന്ന വഴിക്ക് മുഴുവൻ നിരവധി ദൈവങ്ങള്. എന്നിങ്ങനെ ഒരു ദൈവം എന്ന് പറയാൻ ഇത് ഒന്നേ ഉള്ളൂ എന്ന് നമ്മള് മണ്ഡലകാലത്ത് അറിയാതെ അനുഭവിച്ചറിയുന്നുണ്ട്. ആ അറിയാതെ തന്നെ ഇത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് മാലയിടുന്ന ഒരു ഭക്തൻ, ആ മാലയുടെ സമയത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രദീക്ഷ സ്വീകരിച്ചുകൊണ്ട് അയ്യപ്പന്റെ മുദ്രയാണ് മാറിൽ അണിയുന്നത്. പിന്നെ അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ എന്താ വിളിക്കുക? സ്വാമിയെ ശരണമയ്യപ്പ. കൽച്ചറ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പോയാൽ എന്താ വിളിക്കുക? സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാവരെയും അയ്യപ്പനായിട്ട് കാണുന്നു. അതാണ് ശബരിമല വ്രതത്തിന്റെ പ്രത്യേകത. എല്ലാം ഒരേ ഒരു ഈശ്വരനാണ്, നാനാത്വത്തിൽ ഏകത്വത്തെ കാണുന്നു. എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ എന്തിനാണ് കുറെ ദേവതകള്? നമുക്ക് ഇഷ്ടമുള്ളതിലൂടെ നമുക്ക് പോകാം. നമുക്ക് ഏതിനോടാണോ കൂടുതൽ താല്പര്യമുള്ളത് അതനുസരിച്ച് നമുക്ക് ഉപാസന ചെയ്യാം. നമുക്ക് ഏത് ഗുണമാണ് നമുക്ക് വേണ്ടത് ആ ഗുണമുള്ള ദേവതയെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വിദ്യാഭ്യാസം വേണമെങ്കിൽ സരസ്വതിയെ പ്രാർത്ഥിക്കാം, ധനം വേണമെങ്കിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാം, വിഘ്നങ്ങൾ തീരണമെങ്കിൽ ഗണപതിയെ പ്രാർത്ഥിക്കാം, പ്രത്യേക ഗുണങ്ങൾക്ക് വേണ്ടി ഓരോ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള ദേവതയെ പ്രാർത്ഥിക്കാം. ഒരു ഗുണം വേണ്ടെങ്കിലും നമുക്ക് ഒരു നിർഗുണനായിട്ടുള്ള ഈശ്വരനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നമ്മുടെയൊക്കെ അമ്പലങ്ങളിൽ രണ്ടു തരം വിഗ്രഹങ്ങളുണ്ട്. അവതാര വിഗ്രഹങ്ങളും അതേപോലെ തന്നെ തത്വവിഗ്രഹങ്ങളും. എന്താണ് അവതാര വിഗ്രഹങ്ങൾ? ആദ്യകാലത്തൊന്നും ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. വേദകാലത്ത് ഇപ്പൊ ക്ഷേത്രങ്ങളില്ല. അന്ന് ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല. കാരണം അന്ന് അറിവുണ്ടായിരുന്നു, അറിവ് പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. ഗുരു പരമ്പരയിലൂടെ അറിവ് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. അന്ന് വേദങ്ങള് അത് ഗ്രഹിക്കുവാനുള്ള കഴിവുള്ള ആളുകളുണ്ടായിരുന്നു. ഇത് നമ്മൾ വേദങ്ങൾ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ആ വേദങ്ങളെ ലളിതവൽക്കരിച്ചിട്ട് അതിനെ വേദങ്ങളെ വേദാംഗങ്ങളാക്കി, ഉപവേദങ്ങളാക്കി, വീണ്ടും ലളിതവൽക്കരിച്ചു, ഉപനിഷത്തുകളാക്കി, കഥാരൂപത്തിലാക്കി, ഗുരുശിഷ്യ സംവാദ രൂപേണ ഉപനിഷത്ത് എഴുതി. അവിടുന്ന് മുന്നോട്ട് പോയി. നമുക്ക് മനസ്സിലാവാതെ വന്ന സമയത്ത് വീണ്ടും കഥാരൂപത്തിന് ഇതിഹാസങ്ങൾ ഉണ്ടാക്കി. രാമായണവും മഹാഭാരതവും ഒക്കെ കഥകളാണ്. പക്ഷെ കഥകളിലൂടെ പകർന്നു നൽകുന്നത് വേദാന്ത തത്വങ്ങളാണ്. പുരാണങ്ങള് 18 പുരാണങ്ങള് കഥാരൂപത്തിലാണ് പകർന്നു നൽകുന്നത് വേദാന്ത തത്വങ്ങളാണ്. തത്വഗ്രാഹ്യമായ രീതിയിലാണ് ഈ കഥകൾ ഉണ്ടാക്കിയത്. പിൽക്കാലത്ത് നമുക്കൊക്കെ പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ? നമ്മൾ കഥ കേട്ട് കഥയുടെ പിന്നാലെ പോയി, തത്വം അറിയാതെ പോയി. ഇതാണ് നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന അബദ്ധം. കഥകളൊക്കെ തത്വം പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെയും കുറെ മുന്നോട്ട് പോയ സമയത്ത് എങ്ങനെ വേണം ധാർമ്മികമായിട്ട് ജീവിക്കാൻ, ഹിന്ദു മതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഒരു മറ്റ് മതസ്ഥരോട് ചോദിച്ചാൽ അവർക്ക് അറിയാം അവരുടെ ലക്ഷ്യം. അവർക്ക് നേരത്തെ പറഞ്ഞതാണ് ലക്ഷ്യം. അവർക്ക് എത്തേണ്ട സ്ഥലത്തെത്തണം. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ഈശ്വര ചൈതന്യം തന്നിലുമുണ്ട്. അതിനെ തിരിച്ചറിയുക എന്നതാണ് ലക്ഷ്യം. അതിനെയാണ് മുക്തി, മോക്ഷം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് അവസാനത്തെ ലക്ഷ്യമാണ്. പക്ഷെ നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ്? പണം സമ്പാദിക്കുക. നമുക്ക് നിത്യജീവിതത്തിന് പണം വേണം. എന്തിനാ പണം? പണം നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ, നമ്മളെ ആഗ്രഹ പൂർത്തീകരണത്തിന്. ഇത് രണ്ടിനും വേണ്ടിയാണ് ഇപ്പൊ നമ്മളൊക്കെ ലക്ഷ്യം വെച്ച് ജീവിക്കണം. നമ്മൾ അമ്പലത്തിൽ പോകുന്നത്, ജോലി ചെയ്യുന്നതൊക്കെ അതിനുവേണ്ടി തന്നെയാണ്, അല്ലേ? ധനം വേണം, നമുക്ക് സുഖം നേടണം. പക്ഷെ 4 കാര്യങ്ങളാണ് ഹിന്ദുവിന്റെ ലക്ഷ്യമായിട്ട് കാണുന്നത്. ഇതിന്റെ മുന്നിലൊന്നുണ്ട്, പിന്നിലൊന്നുണ്ട്. ആദ്യം നേടേണ്ടത് ധാർമ്മിക പഠനമാണ്. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവുമാണ് ഹിന്ദുവിന്റെ ജീവിത ലക്ഷ്യമെന്ന് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നു. ധാർമ്മിക പഠനം നടത്തണം. അത് പഠിക്കേണ്ട കാലത്ത് പഠിച്ചില്ലെങ്കിൽ ജീവിതം പിഴച്ചു പോകും. ധാർമ്മിക പഠനം നടത്താത്ത ഒരാൾ പണം സമ്പാദിക്കാൻ പോയാൽ ഏത് ദുർമാർഗത്തിലൂടെയും ധനം സമ്പാദിക്കും. അപ്പൊ ആദ്യം ധാർമ്മിക പഠനം നടത്തണം. എന്നിട്ട്
ധനം സമ്പാദിക്കണം. എന്തിനാണ് ധനം? നമ്മുടെ കാമപൂരണത്തിന് വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. ഓരോ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഭഗവാനെ ഇതൊന്നും ഒരു സുഖം കിട്ടുന്നില്ലല്ലോ, അല്ലെ? നമ്മൾ ആദ്യം വിചാരിച്ചു പഠിച്ചാൽ സുഖമായി, ജോലി കിട്ടിയ സുഖമായി, കല്യാണം കഴിച്ച സുഖമായി, വീട് വെച്ചാൽ സുഖമായി. അവസാന കാലത്ത് നമ്മളോട് ചോദിച്ചു നോക്കും സുഖമുണ്ടോന്ന്. ഒരു സുഖമില്ല. അപ്പോഴാണ് എവിടെയാ സുഖം എന്ന് മനസ്സിലാവുക? ഈശ്വരനിലാണ് സുഖം എന്ന് മനസ്സിലാവുക. അവിടെയാണ് മുക്തിമതം അന്വേഷിക്കുന്നത്. ഇതിനു വേണ്ടി തന്നെയാണ് ഹിന്ദു 4 ആശ്രമങ്ങൾ ഉണ്ടാക്കിയത്. ജീവിതത്തിൽ 4 ആശ്രമ ഘട്ടത്തിലൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെ കടന്നു പോകുന്നുണ്ട്. ബ്രഹ്മചര്യാശ്രമമാണ് ആദ്യത്തേത്, വിദ്യാഭ്യാസ കാലം. രണ്ടാമത്തത് ഗൃഹസ്ഥാശ്രമമാണ്, വിവാഹങ്ങൾ ജീവിക്കുന്ന കാലം. മൂന്നാമത്തത് വാനപ്രസ്ഥമാണ്, എല്ലാം വിട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം, മക്കളെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് സ്വസ്ഥമായി ഇരിക്കുന്ന കാലഘട്ടം, വാനപ്രസ്ഥം. അത് കഴിഞ്ഞ് 4ാമത്തെ ആശ്രമം സന്യാസമാണ്, ഞാനും ഈശ്വരനും മാത്രമുള്ള കാലഘട്ടം. ഇങ്ങനെ 4 കാലഘട്ടത്തിലൂടെ, 4 ആശ്രമങ്ങളിലൂടെ 4 ധാർമ്മിക നേട്ടങ്ങൾ, 4 ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നേടിക്കൊണ്ട് വേണം നമ്മുടെ ജീവിതം സാക്ഷാത്കരിക്കുവാൻ. ആദ്യം നേടേണ്ടത് ധാർമ്മിക പഠനമാണ്. ഹിന്ദുവിനെ ഹിന്ദുമതം എന്ന് മറ്റുള്ളവർ പേരിട്ടതാണ്. ഹിന്ദുമതമില്ല, സനാതന ധർമ്മമാണ് ഇവിടുത്തെ ജീവിത സമ്പ്രദായം. ധർമ്മം എന്തിനുള്ളതാണ്? ധർമ്മം ആചരിക്കുവാനുള്ളതാണ്. ഇത് ആചരിക്കുവാൻ നമ്മെ പഠിപ്പിച്ചത് അവതാരങ്ങളാണ്. ശ്രീരാമനാരാണ്? ധർമ്മോ വിഗ്രഹവാൻ രാമ. ധർമ്മം വിഗ്രഹമായിട്ട് അവതരിച്ചാൽ അത് ശ്രീരാമനാണ്. ഒരു മനുഷ്യ ജീവിതത്തില് എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് പഠിക്കണമെങ്കിൽ രാമനെ മാത്രം നോക്കിയാൽ മതി, രാമായണം വായിച്ചാൽ മതി. ഏതൊരു പ്രതിസന്ധി ഘട്ടം വരെ സമയത്ത് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലൂടെയും കടന്നുപോയ ആളാണ് ശ്രീരാമൻ. ആ പ്രതിസന്ധി ഘട്ടത്തിൽ ശ്രീരാമൻ എന്താണോ ചെയ്തത് അതാണ് ധർമ്മം. അങ്ങനെ നമ്മളെ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ധർമ്മ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ ഈ വേദ പഠനവും ഉപനിഷത്ത് പഠനവും ഇതിഹാസ പഠനവും ഒക്കെ നമുക്ക് അപ്രാപ്യമായി കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇനി എങ്ങനെ ഹിന്ദുക്കൾ ധർമ്മം പഠിപ്പിക്കും എന്ന് ആചാര്യന്മാർ ചിന്തിച്ച സമയത്താണ് ധർമ്മ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെയാണ് അവതാര വിഗ്രഹങ്ങൾ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടത്. ശ്രീരാമനെ പ്രതിഷ്ഠിച്ചു. അവിടെ പോയിട്ട് ആരാധിക്കുന്ന സമയത്ത് എനിക്ക് ശ്രീരാമനെ പോലെ ആവണം, ശ്രീകൃഷ്ണനെ പോലെ ആവണം. എങ്ങനെയാണ് ശ്രീരാമൻ ജീവിച്ചത്, എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ജീവിച്ചത് പഠിച്ചുകൊണ്ട് അതിനെ പിന്തുടരാൻ വേണ്ടിയിട്ട്, പ്രേരണ നൽകാൻ വേണ്ടിയിട്ടാണ് അവതാര വിഗ്രഹങ്ങൾ. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് മറ്റ് സവിശേഷമായിട്ടുള്ള വിഗ്രഹങ്ങള്, തത്വവിഗ്രഹങ്ങൾ, അതൊക്കെ ആ തത്വങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഗണപതി ആവട്ടെ, സരസ്വതി ആവട്ടെ, ലക്ഷ്മി ഭഗവതി ആവട്ടെ, ഇതൊക്കെ അതിന്റെ തത്വങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ധാർമ്മികമായിട്ട് ജീവിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മുക്തിപഥത്തിലേക്ക് ഉയരണമെങ്കിൽ ഈ ഒരു അറിവ് സമ്പാദിക്കണം. അപ്പൊ ഇതേപോലെ വിജ്ഞാനം നേടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ട സമയത്ത് ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മെ ഇത് കലാപരമായിട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് കഥകളിയും അതേപോലെ ചാക്യാകുറുത്തും അതേപോലെ ഓട്ടം തുള്ളലും രാമനാട്ടവും കൃഷ്ണനാട്ടവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. എന്താ അതൊക്കെ എന്താ അതിലൂടെ പഠിപ്പിക്കുന്നത്? ഈ പറയുന്ന രാമായണവും ഭാഗവതമൊക്കെ തന്നെയാണ് രാമനാട്ടമായിട്ടും കൃഷ്ണാട്ടമായിട്ടും കഥകളിയായിട്ടൊക്കെ നമ്മളെ മുന്നിൽ വന്ന് അരങ്ങേറുന്നത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് നമ്മളൊക്കെ മറന്നു. ഇന്ന് അമ്പലത്തില് സിനിമാറ്റിക് ഡാൻസ് അല്ലേ, ധാർമ്മിക പഠനം നഷ്ടപ്പെട്ടു. നമുക്ക് എല്ലാ വഴികളും നമ്മൾ അടച്ചു കളഞ്ഞു. ഇന്ന് അല്പമെങ്കിലും ഉള്ളത് ഇതേപോലെയുള്ള വൈജ്ഞാനിക യജ്ഞങ്ങളാണ്. ഭാഗവത സപ്താഹ യജ്ഞം, അവിടെ ആളുകൾ പങ്കെടുത്തിട്ട് ഭാഗവതം പഠിക്കട്ടെ. എല്ലാ അമ്പലങ്ങളും ഭാഗവത സപ്താഹ യജ്ഞങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്തിനാ പോവാ? ഉച്ചയ്ക്ക് പോകും. എന്തിന്? സദ്യ കഴിക്കാൻ. എത്ര പേര് യജ്ഞം കേട്ടിട്ട് അറിവ് സമ്പാദിക്കുന്നുണ്ട്? ഇല്ല. പ്രഭാഷണങ്ങള് ഇന്ന് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഈ ധാർമ്മിക പഠനത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഭാഗവത സപ്താഹങ്ങളും ആധ്യാത്മിക പ്രഭാഷണങ്ങളുമാണ് നടത്തി വരുന്നത്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതുപോലും കേൾക്കാൻ ഇന്ന് നമുക്ക് തയ്യാറില്ല. എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, ഇത് കലികാലമാണ്. ഭാരതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചിട്ട് ഹരിനാമ കീർത്തനത്തിലും ജ്ഞാനപ്പാനയിലും ഒക്കെ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. എന്താ ഭാരതത്തിന്റെ പ്രത്യേകത? ലോകത്തുള്ള മറ്റെല്ലാ നാടിനേക്കാളും പവിത്രമാണ് ഭാരതം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എന്താ കാരണം? ഭഗവാന്മാർ തന്നെ നേരിട്ട് അവതരിച്ച അവതാര ഭൂമിയാണ് ഭാരതം. ഓടിക്കളിച്ച ഭൂമിയാണ് ഭാരതം.
ഈശ്വരാന്വേഷികളായിട്ടുള്ള നൂറുകണക്കായ ആയിരക്കണക്കായ ഋഷീശ്വരന്മാര് കഠിന തപം ചെയ്ത, ഇന്നും തപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിമാലയ സ്ഥാനങ്ങളിലൊക്കെ നൂറുകണക്കിന് സന്യാസിമാര് ഇന്നുമുണ്ട്. കുംഭമേളയിലൊക്കെ പോയ ആയിരക്കണക്കായ സന്യാസിമാരെ നമുക്ക് കാണാൻ സാധിക്കും. സർവസംഘ പരിത്യാഗികളായിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടിക്കൊണ്ട് ജീവിക്കുന്ന നിരവധിയായ ആളുകൾ ഇന്നും ഭാരതത്തിലുണ്ട്, മറ്റെവിടെ അതില്ല. അതാണ് ഭാരതഭൂമിയുടെ പ്രത്യേകത. വിജ്ഞാനകുതികളായിട്ട് പോയിട്ടുള്ള ആളുകൾ എഴുതി വെച്ച ആയിരക്കണക്കായ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഇതൊന്ന് വൈദേശിക ആളുകൾ പോലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര പവിത്രമായ ഭൂമിയിൽ നമ്മൾ ജനിച്ചിരിക്കുന്നു. അത് തന്നെ നമ്മുടെ പുണ്യമാണ്. ഭാരതത്തിൽ വന്ന് ജനിച്ചത് തന്നെ പുണ്യമാണ്. ലോകം മുഴുവൻ സഞ്ചരിച്ച വിവേകാനന്ദ സ്വാമി ഇന്ത്യയിൽ അവസാനം വന്ന സമയത്ത് അവിടെ കപ്പലിറങ്ങിയിട്ട് കടൽപ്പുറത്ത് മണലിൽ കിടന്ന് ഉരുളുകയാണ് ചെയ്തത്. കാരണം മലീമസമായ തന്റെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ ഈ മണൽത്തരികൾക്ക് സാധിക്കും. അത്ര പവിത്രമാണ് ഭാരതത്തിലെ മണൽത്തരികൾ പോലും. ഭാരതത്തിൽ വന്ന് ജനിച്ച നമ്മൾ പുണ്യാത്മാക്കളല്ലേ? പിന്നെ നമ്മൾ ജനിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. 4 യുഗങ്ങളിലെ കലിയുഗത്തിൽ നമ്മൾ ജനിച്ചിരിക്കുന്നത്. 3 യുഗങ്ങൾ കഴിഞ്ഞു. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗത്തിൽ വന്ന് ജനിച്ചിരിക്കുന്നു. എന്താ കലിയുഗത്തിന്റെ പ്രത്യേകത? നേരത്തെ പറഞ്ഞ കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ഒക്കെ വൈദികമായ അറിവ് സമ്പാദിക്കേണ്ടിയിരുന്നു, കഠിനമായ യജ്ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നു ഈശ്വര സാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട്. കലിയുഗത്തിൽ എന്ത് മതി? നാമം ജനിച്ചാൽ മതി. അയത്ന ലളിതമായിട്ട് ഒരു അറിവും സമ്പാദിക്കാതെ, ഒരു വേദവും പഠിക്കാതെ, നാമജപത്തിലൂടെ മാത്രം ഈശ്വര സാക്ഷാത്കാരം നേടാവുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് കലിയുഗത്തിന്റെ പ്രത്യേകത. ഋതുമതിയാവട്ടെ, എരപ്പനാവട്ടെ, ആരുമാവട്ടെ, ആർക്കും ജപിക്കാവുന്നതാണ് ഈശ്വരനാമം. അത് മാത്രം ജപിച്ചാൽ സാക്ഷാത്കാരം നേടാമെന്ന് ഹൈന്ദവ ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നു. അതിനു പോലും ആളെ കിട്ടാത്ത കാലഘട്ടമാണ് കലിയുഗം. അതാണ് ഈ പ്രഭാഷണ പരിപാടിക്കും സപ്താഹയജ്ഞങ്ങളിലൊന്നും ആളുകൾ വരാതിരിക്കുന്നതിന്റെ കാരണം എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. ഈ കലിയുഗത്തിലും ഇതിനൊക്കെ തയ്യാറാകുന്ന ആളുകൾ പുണ്യവതിമാരും പുണ്യാത്മാക്കളുമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ശബരിമലയിലേക്ക് കടക്കാം. ഈ ശബരിമല വ്രതാനുഷ്ഠാനത്തെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ മണ്ഡലകാലത്ത് എല്ലാ ദേവതയെയും ഒരേ ഈശ്വരനായി കണ്ടുകൊണ്ട് ആരാധിക്കാൻ നാം പഠിക്കുന്നു. അപ്പൊ ആധ്യാത്മിക തത്വത്തിന്റെ ഉയർച്ചയാണ് അവിടെ കാണുന്നത്. എല്ലാ ദേവതയെയും ഒരേ ഒരു ദേവതയുടെ പ്രതിരൂപമായിട്ട് കാണാൻ നാം അറിയാതെ തന്നെ അഭ്യസിക്കുന്നതാണ് മണ്ഡലകാല വ്രതം. അത് കഴിഞ്ഞാലോ ശബരിമലയ്ക്ക് വേണ്ടി നമ്മൾ കെട്ടുമുറുക്കിയിട്ട് മലയ്ക്ക് പോകുന്നു. എന്താ നമ്മൾ ചെയ്യണത്? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, തന്റെ ഉള്ളിലുള്ള ഈശ്വരനും നാം ആരാധിക്കുന്ന ഈശ്വരനും രണ്ടും ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മചൈതന്യവും ആ ഈശ്വര ചൈതന്യവും ഒന്നായി തീരണം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പഠിപ്പിക്കുന്നതാണ് ശബരിമല യാത്ര. നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ മലയ്ക്ക് പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ട് നിറയ്ക്കുന്നത് നെയ്ത്തേങ്ങയാണ്. ഈ നെയ്ത്തേങ്ങ നിറയ്ക്കുന്ന നാളികേരം ശരീരത്തിന്റെ പ്രതിരൂപമാണ്. ശരീരത്തിന്റെ പ്രതിരൂപമായിട്ടാണ് നാളികേരത്തെ സങ്കല്പിക്കുന്നത്. ആ നാളികേരത്തിന് കണ്ണു തുറന്നിട്ട് അതിന്റെ മാലിന്യങ്ങളെ പുറത്തു കളയുന്ന പോലെ ആ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. എന്നിട്ട് അതിലേക്ക് എന്താ നിറയ്ക്കുന്നത്? നമ്മുടെ തന്നെ ആത്മാവിന്റെ പ്രതീകമായിട്ടുള്ള നറുനെയ്യാണ് നമ്മളെ ഏകാഗ്രതയോട് കൂടിയിട്ട് നാളികേരത്തിലേക്ക് നിറയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തെ ആ നാളികേരമാവുന്ന ശരീരത്തിലേക്ക് നമ്മൾ നിറയ്ക്കുന്നു. എന്നിട്ട് അത് പവിത്രമായി കരുതിയിട്ട് നമ്മുടെ നെറുകയിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നത്. നമ്മുടെ ആത്മാവിനെ എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്, അതേ രൂപത്തിലാണ് ഈ ഇരുമുടിക്കെട്ട് തലയിൽ ചുമന്നുകൊണ്ട് നമ്മൾ മലയ്ക്ക് പോകുന്നത്. എന്നിട്ട് അവിടെ പടി കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണത്? ഈ നെയ്ത്തേങ്ങയിൽ നിന്ന് ആ നെയ്യ് പുറത്തെടുത്തിട്ട് നമ്മുടെ ആത്മചൈതന്യത്തെ പുറത്തെടുത്തിട്ട് അവിടുത്തെ പരമാത്മ ചൈതന്യത്തിൽ ആ വിഗ്രഹത്തിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഞാനും ഈശ്വരനും ഒന്നായിട്ട് തീരുന്നു. അതാണ് ശബരിമലയിൽ എഴുതി വെച്ചത്. പോയുള്ളവർക്കറിയാം, 18 പടി കയറുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി, നീ തന്നെയാണ് തത്വം, നീ തന്നെയാണ് ഈശ്വരൻ. സാമവേദത്തിലെ മന്ത്രമാണത്. നീ തന്നെയാണ് ഈശ്വരൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസങ്ങൾ അത്രയും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ വെറും പാഴ്വേലയായിട്ട് മാറും. ഇതാണ് ശബരിമലയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്രതം.
അങ്ങനെ നമ്മുടെ ആത്മചൈതന്യത്തെ ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ ആ നാളികേരം പിന്നെ എന്തായി? ആത്മാവ് നഷ്ടപ്പെട്ടാൽ മൃതശരീരമായിട്ട് മാറും. മൃതശരീരം നമ്മൾ എന്താ ചെയ്യാൻ? കത്തിക്കും. ആ നാളികേരം നമ്മൾ കൊണ്ടുവന്നിട്ട് 18-ാം പടിക്ക് മുന്നിലുള്ള ആ അഗ്നികുണ്ഡത്തിലിട്ട് കത്തിച്ചു കളയും. അങ്ങനെ ഞാനും അയ്യപ്പനും ഒന്നായി മാറുന്നു എന്ന സങ്കല്പം. ഇതാണ് ഒരു ഹിന്ദുവിന്റെ ഉപാസനയുടെ ഏറ്റവും ലളിതമായ രീതി. ഇത് ശബരിമല വ്രതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്, അറിയാതെയാണ് ചെയ്യണത്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർത്തണമെങ്കിൽ കേവലം ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങൾ കേവലം പ്രാർത്ഥനാലയങ്ങൾ അല്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരുപക്ഷെ മറ്റ് മതസ്ഥരുടെയൊക്കെ ആരാധനാ കേന്ദ്രങ്ങൾ അത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന നടത്താനുള്ള കേന്ദ്രങ്ങളാണെങ്കിൽ നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങൾ പ്രാർത്ഥനാലയങ്ങൾ മാത്രം അല്ല. പ്രാർത്ഥിക്കാം നമുക്ക്. അതിനകത്ത് പറഞ്ഞ അർത്ഥകാമനകളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കാം. പക്ഷെ പ്രാർത്ഥന കൊണ്ട് മാത്രം നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല എന്ന് നാം തിരിച്ചറിയണം. അത് ദൗർബല്യമാണ് പ്രാർത്ഥന. നമുക്കറിയാം, രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാനോട് ആവശ്യപ്പെട്ട സമയത്ത് ലോകത്തിന് മുഴുവൻ അസ്വാരസ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാക്ഷസനെ വധിക്കാനായിട്ട് രാമനോട് ദേവന്മാര് പ്രാർത്ഥിച്ച സമയത്ത്, വിഷ്ണുവിനോട് പ്രാർത്ഥിച്ച സമയത്ത് എന്താ വിഷ്ണുവിനെ നേരിട്ട് വന്ന് രാവണനെ കൊല്ലാൻ പോരായിരുന്നു? എന്താ പറഞ്ഞത്? ഞാന് ശ്രീരാമനായിട്ട് ത്രേതായുഗത്തിൽ അവതരിക്കും. ആ സമയത്ത് ദേവന്മാരെല്ലാവരും എന്ത് വേണം? വാനര രൂപികളായിട്ട് എന്നോടൊപ്പം അവിടെ വനത്തിൽ അവതരിക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിട്ട് രാവണനെ വധിക്കാമെന്നാ പറഞ്ഞത്. രാമൻ ഒറ്റയ്ക്ക് കഴിയാത്തതുകൊണ്ടാണോ ചെയ്തത്? പ്രാർത്ഥനയും പ്രയത്നവും ഒരുമിച്ച് നടത്തിയ സമയത്താണ് രാവണ നിഗ്രഹം സാധിച്ചത്. ഇനി മഹാഭാരതത്തിലേക്ക് നോക്കൂ നിങ്ങള്. 109 മുഴുവൻ ഒരുമിച്ച് കൊല്ലാൻ ശ്രീകൃഷ്ണൻ ഒരു ചക്രം മാത്രം പോരായിരുന്നു. എന്തുകൊണ്ട്? പാണ്ഡവ പടയെ മൊത്തം അണിനിരത്തിയിട്ട് ഒരായുധവും എടുക്കാതെയാണ് ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്തത്. അവരെ കൊണ്ട് തന്നെയാണ് ജയിച്ചത്. പ്രയത്നിക്കണം. പ്രാർത്ഥന കൊണ്ട് മാത്രം പോരാ, പ്രാർത്ഥനയ്ക്കൊപ്പം നമുക്ക് പ്രയത്നിക്കാൻ സാധിക്കണം. പ്രയത്നിക്കാൻ വേണ്ടി നമ്മെ തയ്യാറാക്കുന്നതാണ് വ്രതങ്ങൾ. കൃത്യമായിട്ട് വ്രതമെടുക്കാതെ കേവലം പ്രാർത്ഥന കൊണ്ട് നമുക്ക് എങ്ങും എത്താൻ സാധിക്കുകയില്ല. ശബരിമല വ്രതം കഴിഞ്ഞാൽ നമ്മളൊക്കെ നിത്യേന എടുക്കുന്ന നിരവധി വ്രതങ്ങളുണ്ട്. നമ്മളൊക്കെ സാധാരണ എടുക്കുന്ന വ്രതങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏകാദശിയാണ്. നമ്മളെങ്ങനെ ഏകാദശി നോൽക്കാറുള്ളത്? നമ്മളൊക്കെ ഏകാദശി വ്രതം എടുക്കുന്ന ആൾക്കാരാണ്. എങ്ങനെ ഏകാദശി നോക്കാറുള്ളത്? ഗുരുവായൂർ ഏകാദശി വരാൻ പോകുന്നുണ്ട്. നമ്മുടെ ഗുരുവായൂർ ഏകാദശി തലേ ദിവസം എന്ത് ചെയ്യും? നല്ലൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഭർത്താക്കന്മാരായി കൊടുക്കും, അല്ലേ? എന്നിട്ട് ചേന, ചേമ്പ്, കണ്ടിക്കഴുകി തുടങ്ങിയിട്ട് എല്ലാം വാങ്ങിയിട്ട് നല്ലൊരു പുഴുക്കുണ്ടാക്കിയിട്ട് അന്ന് സാധാരണ കഴിക്കുന്നതിനൊക്കെ കൂടുതൽ ഭക്ഷണം കഴിക്കും. ഇതാണ് നമ്മുടെ ഏകാദശി. പക്ഷെ ഏകാദശിയുടെ തത്വം നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വ്രതമാണ് ഏകാദശി. എന്താണ് ഏകാദശിയുടെ പ്രത്യേകത? ഏകാദശിയുടെ പ്രത്യേകത എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മെ ശുദ്ധീകരിച്ച് ഈശ്വരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഉതകുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വ്രതമാണ് ഏകാദശി. വ്രതങ്ങൾ 3 തരത്തിലുണ്ട്. ഹിന്ദുവിന്റെ വ്രതങ്ങൾ 3 വിധമുണ്ട്. ഒന്ന് നിത്യവ്രതങ്ങൾ, നൈമിത്തിക വ്രതങ്ങൾ, കാമ്യവ്രതങ്ങൾ. ഇങ്ങനെ 3ആയി തിരിച്ചിട്ടുണ്ട് നമ്മുടെ വ്രതങ്ങൾ. നേരത്തെ നിരവധി വ്രതങ്ങളെ കുറിച്ച് പറഞ്ഞു. നിത്യവ്രതങ്ങളിൽ പെട്ടതാണ് ഏകാദശി. ഒരു മാസത്തിൽ 2 ഏകാദശി വീതം വരുന്നുണ്ട്. കറുത്ത വാവിന്റെ മുന്നിൽ ഏകാദശിയുണ്ട്, വെളുത്ത വാവിന്റെ മുന്നിൽ ഏകാദശിയുണ്ട്. വെളുത്ത വാവിന്റെ മുന്നേ ഉള്ള വെളുത്ത പക്ഷ ഏകാദശിയാണ് നമ്മളെല്ലാവരും നോക്കേണ്ടത്. എങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടത്? ഏകാദശി എനിക്ക് 3 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതമാണ്. ദശമിയിൽ ആരംഭിക്കും. ഏകാദശിയിൽ അത് കഴിഞ്ഞിട്ട് ദ്വാദശിയിലാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ദശമി ദിവസം നമ്മള് ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ദശമി ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ച് ഏകാദശി ദിവസം പുലർച്ചയ്ക്ക് തന്നെ എഴുന്നേറ്റ് പ്രഭാതത്തിന് സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ക്ഷേത്ര ദർശനം നടത്തി ഏകാദശി വിഷ്ണുവിനെ ആരാധിക്കാൻ വേണ്ടി, ഓരോ വ്രതങ്ങൾക്കും ഒരു ദേവതയുണ്ട്. ഏകാദശി വിഷ്ണുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വ്രതം നോൽക്കാൻ തുടങ്ങിയാല് കൃത്യമായിട്ട് ഉപവാസമാണ് എടുക്കേണ്ടത്.
ഉപവാസമാണ് എടുക്കേണ്ടത്. തുളസി തീർത്ഥം കഴിക്കുക, അങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടത്. എന്നിട്ട് ദ്വാദശി ദിവസം, ദ്വാദശി ആരംഭിച്ച ശേഷം നമുക്ക് പാരണ കഴിക്കണം. മലരിട്ട തുളസി തീർത്ഥം കഴിച്ചുകൊണ്ട് പാരണ കഴിച്ചിട്ട് വേണം ഏകാദശി അവസാനിപ്പിക്കാൻ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഏകാദശി വ്രതത്തിന്റെ രീതി. പക്ഷെ ഹിന്ദു മതത്തില് ഒരു കാര്യവും ആരെയും അടിച്ചേൽപ്പിക്കാറില്ല. അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്നവരാണ്, വിവിധ രോഗങ്ങളുള്ളവരാണ്, വിവിധ ശാരീരിക ശേഷിയുള്ളവരാണ്, വിവിധ ജോലികൾ ചെയ്യുന്നവരാണ്. അങ്ങനെ വ്യത്യസ്ത കാലഘട്ടത്തിൽ വ്യത്യസ്ത രീതിയിൽ ജീവിച്ചു വരുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലാണോ വ്രതമെടുക്കാൻ സാധിക്കുക ആ രീതിയിൽ എടുക്കാനെങ്കിലും നമ്മൾ തയ്യാറാവണം. ഒരു കാര്യം പറഞ്ഞിട്ട് എല്ലാത്തിനും ഉപേക്ഷിക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയൊക്കെയാണ് വ്രതം എടുക്കേണ്ടത്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാനല്ല, അങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത്. പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ എടുത്താലും മതി എന്ന രീതിയിൽ പരമാവധി അങ്ങനെ എടുക്കാൻ സാധിക്കണം. ഇപ്പോ ഏകാദശി തലേ ദിവസം നമുക്ക് രാത്രി ഊണ് ഒഴിവാക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഏകാദശി തലേ ദിവസം നമുക്ക് ഒരു നേരം അരിഭക്ഷണം കഴിച്ചാൽ മതി, പ്രയാസമില്ലല്ലോ. ഒരിക്കൽ ഊണെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിക്കാവുന്നതാണ് നിയമം. അത് നമുക്ക് മാറ്റിയിട്ട് തലേ ദിവസം ഒരു നേരം അരിഭക്ഷണം ഓക്കെ അങ്ങനെ തീരുമാനിക്കാം. അല്ലെങ്കിൽ രാത്രി ഭക്ഷണം ഉപേക്ഷിച്ചു അങ്ങനെ വ്രതം ആരംഭിക്കാം. നമ്മുടെ എല്ലാ വ്രതങ്ങൾക്കും തലേ ദിവസം രാത്രി ഭക്ഷണം ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് നിയമം. ഇനി വരാൻ പോകുന്ന എല്ലാ വ്രതങ്ങളും അങ്ങനെ തന്നെയാണ്. തലേ ദിവസം രാത്രി ഭക്ഷണം ഉപേക്ഷിച്ചതിന് തയ്യാറാവണം. പിറ്റേ ദിവസം പൂർണ്ണ ഉപവാസം തന്നെ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ എടുക്കണം. ശ്രമിച്ചു നോക്കുക, പലർക്കും സാധിക്കും, പലർക്കും സാധിക്കും, സാധിക്കാത്ത കാര്യമല്ല. ശ്രമിച്ചു നോക്കൂ, സാധിക്കും. സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തവരെന്ത് ചെയ്യണം? പഴങ്ങൾ മാത്രം കഴിച്ചിട്ട് ഏകാദശി ഞാൻ പഴം മാത്രം കഴിക്കും, അങ്ങനെ എടുക്കാൻ നോക്ക്. സാത്വികമായ ഭക്ഷണം നിലയ്ക്ക് പഴം മാത്രം കഴിച്ചിട്ട് ഉപവാസം എടുക്കാം. അതുമല്ലെങ്കിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക, അങ്ങനെ ചിന്തിക്കുക. ഇനി അത് സാധ്യമല്ല, പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യമാകുള്ളൂ, വഴിയുള്ളൂ. അരി ഭക്ഷണം ഒഴിവാക്കുക, എന്നിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ കഴിക്കുക. അതൊരു ത്യാഗം തന്നെയാണല്ലോ. അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഏകാദശി വ്രതം എടുക്കണം. പക്ഷെ വ്രതത്തിന്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞു, 3 ശുദ്ധിയാണ്. ഈ 3 ശുദ്ധി വരാതെ എന്ത് വ്രതത്തിന്റെ കാര്യമില്ല. മനസ്സ് ശുദ്ധമാക്കാൻ കഴിയണം. ഏകാദശി ദിവസം നമ്മളെ മനസ്സ് മലിനപ്പെടാതെ നിർത്താൻ നമുക്ക് സാധിക്കണം. അതിന് ഈശ്വര ഭജനമാവാം, ക്ഷേത്ര ദർശനമാവാം, സത്സംഗങ്ങളാവാം, മറ്റുള്ള ആളുകളുമായിട്ട് അങ്ങനെയുള്ള ആളുകളെ സമ്പർക്കം ഒഴിവാക്കാം. അങ്ങനെ ഒരു ബോധത്തോട് കൂടിയിട്ട് മനസ്സ് പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. മലയ്ക്ക് മാലൊരാൾ പറയും, എനിക്ക് പറയാൻ വരുന്നുണ്ട്, ഞാൻ സ്വാമി ആയതുകൊണ്ട് ഇപ്പൊ പറയില്ല എന്ന് പറയാൻ വരുന്നുണ്ട്, ഞാൻ പറയുന്നില്ല എന്ന് നിശ്ചയിക്കുക. അങ്ങനെ വാക്കുകൾ നിയന്ത്രിക്കുക. ശരീരം ശുദ്ധിയായിട്ട് വെക്കുക, പകൽ ഉറങ്ങാതിരിക്കുക. ഈ 3 ശുദ്ധിയോട് കൂടിയിട്ടാണ്. ഭക്ഷണം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ത്രികരണ ശുദ്ധി പാലിച്ചുകൊണ്ട് വ്രതമെടുക്കാൻ ശീലിക്കുക. ഇത് ഭക്ഷണം ഉപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് സാധിക്കില്ല. ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഷുഗറുണ്ട്, ഭക്ഷണമൊന്നും നിയന്ത്രിക്കാൻ വയ്യ. ഈ 3 ശുദ്ധി പാലിക്കാൻ പറ്റില്ലേ? അതിന്റെ വ്രതം. അങ്ങനെ ഏകാദശി എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യം അങ്ങനെ 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 പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയും. വെറുതെ പറയുന്നതല്ല, വെറുതെ പറയുന്നല്ല. ഏതൊരു ഈശ്വര ഉപാസനയും കുറച്ചു കാലം നിങ്ങൾ ചെയ്തു നോക്കൂ. ഈ മണ്ഡലകാല വ്രതം തന്നെ കുറ്റമറ്റ രീതിയിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒരു 41 ദിവസം എടുത്തു നോക്കൂ. 41 ദിവസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിയൂ. നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കാൻ ഹിന്ദുമതം ആരെയും ഉപദേശിക്കാറില്ല. അനുഭവമാണ് സാക്ഷി. എന്തുകൊണ്ടാണ് ഹിന്ദു ധർമ്മത്തിൽ ഗുരുവിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം? മറ്റ് മതങ്ങളൊക്കെ ഈശ്വരന് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഗുരുവിന് പ്രാധാന്യം കൊടുക്കുന്നു. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്താ പറയാൻ കാരണം? ഇത് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഗുരു. അനുഭവിച്ചറിഞ്ഞ ഒരാൾക്ക് മാത്രമേ നമ്മൾക്ക് വഴി കാണിക്കാൻ സാധിക്കുകയുള്ളൂ.
അവരനുഭവിച്ച സത്യങ്ങളാണ് നമുക്ക് പകർന്നു തരുന്നത്. മറ്റുള്ളവരൊക്കെ കേവല വിശ്വാസങ്ങളാണ് പകർന്നു തരുന്നത്. കേവലം വിശ്വാസം മാത്രമാണത്, അനുഭവമല്ല. അനുഭവിച്ചവരാണ് ഗുരുക്കന്മാര്. അതുകൊണ്ടാണ് ഭാരതത്തിലെ ഗുരുക്കന്മാർക്കാണ് പ്രാധാന്യം. ഗുരുവും ഈശ്വരനും ഒരുമിച്ച് വന്നാൽ ഗുരുവിനെയാണ് ആദ്യം നമസ്കരിക്കേണ്ടതെന്ന് പറയാറുണ്ട്. അതാണ് ഭാരതത്തിന്റെ പ്രത്യേകത. അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിയവരാണ് അവര്. അവരനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് വേദമന്ത്രങ്ങളായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്, ഉപനിഷത്തിലൂടെ എഴുതി വെച്ചിട്ടുള്ളത്, നമ്മുടെ ധാർമ്മിക ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ അവർ എഴുതി വെച്ചിട്ടുള്ളത്. അവരുടെ വിജ്ഞാന സംഭാരമാണ്. അതുകൊണ്ടാണ് ഭാരതത്തില് ഇത്രയധികം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിരവധി അനുഭവ സമ്പത്തുള്ള ആളുകൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ അനുഭവ കുറിപ്പുകൾ തന്നെയാണ് നമ്മുടെ വിജ്ഞാന ഭണ്ഡാരങ്ങൾ. ഏത് നമുക്ക് സ്വീകരിക്കാം. ഇന്ന വഴിയോട് തന്നെ പോകണമെന്ന് നമ്മൾ ആരും പറയുന്നില്ല. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലേ, പോകണ്ട, ഒരാവശ്യമില്ല. ക്ഷേത്രം ഭക്തി മാർഗത്തിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ ഭക്തരായതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ, ഞാനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? മനസ്സിലാവില്ല. അങ്ങനെ അറിയുന്ന ആളുകൾക്ക് അവർക്ക് പോകാനുള്ള വഴി വേറെയാണ്. അത് ജ്ഞാനമാർഗികളാണ് അവര്. അവർ അമ്പലത്തിൽ പോകാറില്ല. അവര് ഏകാന്തമായിട്ട് എന്നെ കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യും, അല്ലേ? സന്യാസിമാർ അമ്പലത്തിൽ പോലും, അവർക്ക് അമ്പലം ആവശ്യമുണ്ടോ? അവർ ജ്ഞാനമാർഗികളാണ്. അവർക്ക് അമ്പലം വേണ്ട. അവർക്ക് തത്വമസി എന്ന് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഞാനാണ് ഈശ്വരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. നമ്മൾ നിരന്തരം കർമ്മം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. കർമ്മം ചെയ്യാൻ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. പക്ഷെ കർമ്മം ചെയ്യുമ്പോൾ ഒരു അബദ്ധമുണ്ട്. കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കെട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർമ്മപാശത്തെ ലംഘിക്കുന്നത് ബ്രഹ്മാവിന് വെളുതല്ല നിർണയം. ആലോചിച്ചു, കർമ്മം എന്നൊരു കയറ് നമ്മളെ കെട്ടി വലിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു കർമ്മം നമ്മൾ ചെയ്താൽ അപ്പൊ അതിന്റെ ഫലം നമ്മളെ വിറവിലുണ്ട്. പിന്നെ അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചേ തീരും. അത് അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ജനിക്കണം. നല്ല കർമ്മം ചെയ്താലും കുടുങ്ങി, ആ നല്ല കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ ജനിക്കണം. ദുഷ്കർമ്മം ചെയ്താലും കുടുങ്ങി, ദുഷ്കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ ജനിക്കണം. സമ്മിശ്ര കർമ്മമായാലും കുടുങ്ങി. അതാണ് ജ്ഞാനപ്പാനെ പറയുന്നത്. അത് ഒന്ന് പൊന്നിൻ ചങ്ങലയും പറഞ്ഞത്, മറ്റേ ഇരുമ്പിന്റെ ചങ്ങലയാണ്. മറ്റേതോ പൊന്നും ഇരുമ്പും കൂടിയുള്ള ചങ്ങലയാണ്. എല്ലാം ചങ്ങലയാണ്. പിന്നെന്താ മാർഗം? അങ്ങനെ കർമ്മശാസ്ത്രം പഠിച്ചിട്ട് കർമ്മം ചെയ്യണം. അതാണ് ഗീത ഉപദേശിക്കുന്നത്. അതിനാണ് കർമ്മയോഗം. അപ്പൊ ഭക്തിമാർഗികളല്ല, ജ്ഞാനമാർഗികളല്ല, നമുക്ക് കർമ്മമാർഗികളാകാൻ പറ്റും. നിരന്തരം നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇല്ലേ? ശ്രീകൃഷ്ണൻ പോലെ കർമ്മം ചെയ്തിട്ടുണ്ട്, കൃഷ്ണൻ ഗീതയെ പറയുന്നുണ്ട്. പക്ഷെ കർമ്മത്തിൽ ഒട്ടലില്ല. നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മള് ആ കർമ്മത്തിന്റെ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നു. നമ്മൾ നമ്മളെ കുട്ടികളെ വളർത്തുന്നത് പോലും ആ കുട്ടികൾ വലുതാകണം, അവരുടെ കുട്ടീനെ നോക്കണം, അല്ലേ? നോക്കിയില്ലെങ്കിൽ ദുഃഖമായി. നമ്മളെ സഹായിക്കുന്ന സമയത്ത് എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അയാൾ എന്നെ സഹായിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സഹായിച്ചില്ലെങ്കിൽ നമുക്ക് ദുഃഖമായി. അപ്പൊ നമുക്ക് കർമ്മത്തിന്റെ ഫലം ഇച്ഛിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ദുഃഖമാണ്. ഇത് കിട്ടാതിരിക്കണമെങ്കിലോ നിഷ്കാമികളായിട്ട് കർമ്മം ചെയ്യണം. അതാണ് കർമ്മയോഗം പഠിപ്പിക്കുന്നത്. കർമ്മത്തിന്റെ ഫലം ഇച്ഛിക്കുന്നവർ മൂഢന്മാരാണ്. കർമ്മത്തിന്റെ ഫലം ഇച്ഛിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കർമ്മം ചെയ്തോ ഫലം ഉണ്ട്. ഏതൊരു കർമ്മം ചെയ്താലും ഫലമുണ്ട്. ഫലമില്ലാത്തൊരു കർമ്മമില്ല. നമ്മൾ ആഗ്രഹിച്ചാലും ഫലമുണ്ട്, ആഗ്രഹിച്ചില്ലേലും ഫലമുണ്ട്. പിന്നെ നമ്മളിതിനാ ഫലം ആഗ്രഹിക്കണത്? അപ്പൊ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പൊ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്തുകൊണ്ട് നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് കർമ്മയോഗികൾ എന്ന് പറയുന്നത്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഇതൊക്കെ നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റില്ല. നമ്മൾ അതിന് മാത്രം ഉയർന്നിട്ടില്ല. നമ്മള് സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. നമ്മൾക്കുള്ളതാണ് ഭക്തിയോഗം. നമ്മൾക്ക് നമ്മളിൽ അന്യായിട്ടുള്ള ഈശ്വരൻ ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഈശ്വരനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് അതിനൊരു നാമം വേണം, അതിനൊരു രൂപം വേണം, അതിനൊരു ഗുണം വേണം. സാക്ഷാൽ ഈശ്വരന് നാമമില്ല, രൂപമില്ല, ഗുണമില്ല. ഗുണഹീനനാണ് ഈശ്വരൻ, നാമഹീനനാണ് ഈശ്വരൻ, രൂപഹീനനാണ് ഈശ്വരൻ, അല്ലേ? ബ്രഹ്മത്തിന് രൂപമില്ല, നാമമില്ല, രൂപമില്ല, ഗുണങ്ങളില്ല. നമ്മൾക്ക് വേണ്ടിയിട്ട്
പ്രത്യേക ഗുണവിശേഷത്തോടു കൂടിയിട്ട് പ്രത്യേക രൂപത്തോടു കൂടിയിട്ട് ഒരു ദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആരാ പ്രതിഷ്ഠിച്ചത്? ആരാ പ്രതിഷ്ഠിച്ചത്? നമ്മളെന്നെ. അല്ലാതെ എവിടെ ദൈവം ഉണ്ടായത്? നമ്മൾ കാണുന്ന ഏതെങ്കിലും അമ്പലത്തിലുള്ള ദൈവത്തെ അവിടെ താനെ വന്നാണോ? അതൊക്കെ പ്രതിഷ്ഠിച്ചതാണ്. ആര് പ്രതിഷ്ഠിച്ചത്? മനുഷ്യ പ്രതിഷ്ഠിച്ചതാണ്. തന്ത്രിമാർ പ്രതിഷ്ഠിച്ചതാണ്. അല്ലേ? ഒരു കരിങ്കല്ലിനെ, അതിനെ ലക്ഷണമൊത്തൊരു കരിങ്കല്ലിനെ കൊണ്ടുവന്ന് ശിലയെ അതിനെ ശിവനായിട്ടും വിഷ്ണുവായിട്ടും രൂപകൽപ്പന ചെയ്തിട്ട് അതിലേക്ക് തന്നെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തിന്റെ അംശത്തെയാണ് സന്നിവേശിപ്പിക്കുന്നത്. അല്ലേ? ഒരു പുതുതായിട്ട് പ്രതിഷ്ഠ നടക്കുന്ന ക്ഷേത്രത്തെ നമുക്ക് പോയി കാണാൻ സാധിക്കും. അവിടെ കൊണ്ടുവച്ച വിഗ്രഹത്തിൽ വല്ല ചൈതന്യമുണ്ടോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരോപാസന ചെയ്ത് ആത്മചൈതന്യത്തെ ഉയർത്തി 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 കൊണ്ടുവന്നിട്ടുള്ള ആളാണ് സാധകനായിട്ടുള്ള തന്ത്രി. ആ സാധകനായിട്ടുള്ള തന്ത്രി തന്നെ ആത്മചൈതന്യത്തിന്റെ അംശത്തെയാണ് ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് അവിടെ പ്രതിഷ്ഠ ചെയ്യുന്നത്. അപ്പം ആ വിഗ്രഹദേവന്റെ അംശം ശരിക്കും ആരാ? തന്ത്രിയാണ്. അല്ലേ? ആണ്. നമ്മൾ തന്നെയാണ് അവിടെ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ചൈതന്യത്തെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് അവിടെ ചെയ്യേണ്ട ഏറ്റവും സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആഹാരങ്ങൾ കൊടുക്കുന്നു, മന്ത്രം ജപിക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അതിന് ചൈതന്യത്തെ എങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ ചൈതന്യത്തിൽ നിന്ന് വേണം നമ്മളുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ പ്രകാശിപ്പിക്കുവാൻ. ഒരു വിളക്കിൽ നിന്ന് മറ്റു വിളക്ക് കൊടുക്കുന്നത് പോലെ, ഒരു പൂർണ്ണത്തിൽ നിന്ന് മറ്റൊരു പൂർണ്ണം ഉണ്ടാകുന്നു. ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്കിലേക്ക് വിളക്ക് കൊളുത്തി ഈ വിളക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ വിളക്ക് പൂർണ്ണമാണ്, ആദ്യത്തെ വിളക്ക് പൂർണ്ണമാണ്. ഈശ്വരൻ എല്ലായിടത്തും പൂർണ്ണമാണ്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. എല്ലാം പൂർണ്ണം തന്നെയാണ്. ആ വിഗ്രഹത്തിൽ നിന്ന് ആ വിഗ്രഹത്തിലെ ചൈതന്യത്തെ നമ്മിലേക്ക് സംശീകരിച്ചാൽ നമ്മളും പൂർണ്ണരായിട്ട് മാറുന്നു. അങ്ങനെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നത്. നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കർമ്മപാശത്തെ ലംഘിക്കുന്നത് ബ്രഹ്മാവിനെ വിടുതല നിർണയം. നമ്മളൊക്കെ എങ്ങനെയാണ് കാരണം? നമ്മളൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ വ്യത്യസ്തരാണ്. വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. പ്രതിജന ഭിന്നമാണ്. അത്യത്ഭുതകരമാണ് നമ്മുടെ അവസ്ഥ. ഈ ലോകത്ത് ഒരാളെ പോലെ ഒരാളെ കാണാൻ സാധിക്കും. ഓരോരുത്തരും ഭിന്നരാണ്. ശരീരത്തിൽ ഭിന്നരാണ്, സൗന്ദര്യത്തിൽ ഭിന്നരാണ്, അവരുടെ കഴിവിൽ ഭിന്നരാണ്, എല്ലാത്തിലും ഭിന്നരാണ്. എന്താ ഇങ്ങനെ സംഭവിക്കാൻ? ഈശ്വരന്റെ സൃഷ്ടിയാണ്. എല്ലാവരും ഒരേപോലെ സൃഷ്ടിച്ചാൽ പോലെ. അപ്പൊ നമ്മൾ ഇങ്ങനെയാവാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? നമുക്ക് കുറച്ചുകൂടെ സൗന്ദര്യം തന്നൂടായിരുന്നോ? കുറച്ചുകൂടെ ആരോഗ്യം തന്നൂടായിരുന്നോ? കുറച്ചുകൂടെ ബുദ്ധിശേഷി തന്നൂടായിരുന്നോ? നല്ല കുലത്തിൽ ജനിച്ചുകൂടായിരുന്നോ? എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജനിച്ചു? നമ്മുടെ പൂർവജന്മാർജിത കർമ്മഫലം നമ്മൾ കൊണ്ടുവന്നതാണ്. നമ്മുടെ കർമ്മത്തിന്റെ ഫലം. ആ ഫലം അനുഭവിക്കത്തക്ക സ്ഥലത്ത്, അനുഭവിക്കത്തക്ക കുടുംബത്തില്, അനുഭവിക്കത്തക്ക തറവാട്ടില്, അനുഭവിക്കത്തക്ക ശരീരത്തോട് കൂടിയിട്ട് നമ്മൾ ജനിച്ചിരിക്കുന്നു. ഇത് ലളിതമായിട്ട് മനസ്സിലാക്കാൻ ജനിക്കണ സമയത്ത് ജാതകം എഴുതാൻ വേണ്ടി പഠിക്കരുത് പോകും. പഠിക്കണ ജാതകം എഴുതിക്കുമ്പോ എന്താ എഴുതിക്കുക? ഈ കുട്ടിയുടെ മരണം വരെയുള്ള കാര്യം എഴുതിയിരിക്കും. അപ്പൊ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുക. ഈ പ്രീ പ്ലാനിങ് എവിടെ കിട്ടി? കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലം എന്ന മാർഗം രക്ഷപ്പെടാൻ അനുഭവിക്കുന്നത് ആണോ? അങ്ങനെ അനുഭവിക്കേണ്ടവരല്ല നമ്മൾ. ഈ കർമ്മ പ്രാരാബ്ധങ്ങളെ കത്തിച്ചു കളയാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിന് സാധന ചെയ്യണം. നാമം ജപിച്ചാൽ മതി. കലികാലത്ത് മറ്റൊന്നും ചെയ്യണം. നിങ്ങള് നാമം ജപിച്ചാൽ മതി. മനുഷ്യനെ ഈശ്വരത്വത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഓരോ ക്ഷേത്രങ്ങളും കാവുകളും എല്ലാം തന്നെ. നമ്മൾ ഒരുപക്ഷെ അറിവ് നേടാതെ ഒരുതരം അന്ധവിശ്വാസത്തിന്റെ പിറകെ പോകുന്ന അന്ധവിശ്വാസികളായിട്ട് ഹിന്ദുക്കൾ മാറിയിട്ടുണ്ട്. പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നമുക്ക് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനുള്ള ഗുരുക്കന്മാരുടെ കുറവ്, പഠിക്കാനുള്ള കേന്ദ്രങ്ങളുടെ കുറവ്, അല്ലെങ്കിൽ ധാരാളം കേന്ദ്രങ്ങളും ഗുരുക്കന്മാരും ഉണ്ടായിട്ട് അവിടെയൊന്നും അതിൽ തേടി പോകാത്തതിന്റെ കുറവ്.
ആലോചിച്ച് നോക്കൂ, ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ഒക്കെ നിരവധി ആധ്യാത്മിക സങ്കേതങ്ങളുണ്ട്. ഭാരതത്തിലുള്ള എത്രയോ ആധ്യാത്മിക ആചാര്യന്മാര് ലോകത്തിൽ മുഴുവൻ സഞ്ചരിക്കുന്നു. അവിടെയൊക്കെ കേട്ടിരിക്കാനായിട്ട് ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ആളുകൾ അവർക്ക് മുന്നിൽ വന്നിരിക്കുന്നു. നമ്മൾ മണ്ടൂകങ്ങളെ പോലെ, കിണറ്റിലെ തവളകളെ പോലെ ഒന്നും അറിയാതെ ഇന്നും എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ട് ജീവിക്കുന്നു. ഒരു തരം അന്ധവിശ്വാസത്തിന്റെ പിറകെ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊന്നും ജന്മം പഴുതണം എന്ന് പൂന്താനം പറഞ്ഞ നമ്മളെ കുറിച്ചാണ്. ജന്മം ചുട്ട് തിന്നുകൊണ്ടിരിക്കുക. നമ്മള് ഒരു കാര്യമില്ലാതെ ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു അറിവും നേടാതെ. നമ്മൾ എങ്ങനെ ഏത് തലത്തിലാണോ ജനിച്ചിരിക്കുന്നത് അതേ തലത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്പം പോലും ആധ്യാത്മികമായിട്ട് ഉയരാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതിന്റെ കാരണം നമ്മൾ പിന്തുടരുന്ന അന്ധവിശ്വാസങ്ങളാണ്. ഹിന്ദു ഒരിക്കലും അന്ധമായിട്ട് വിശ്വസിക്കേണ്ടവരല്ല. അങ്ങനെ വിശ്വസിക്കാൻ നമ്മെ ഒരു ദേവതയും പഠിപ്പിച്ചിട്ടില്ല. യുക്തിസഹമായിട്ട് ചിന്തിക്കാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഭഗവത്ഗീത 18 അധ്യായവും ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തു. 18 അധ്യായവും അതില്ലാത്ത ഒന്നുമില്ല. സർവ ഉപനിഷത്തോ ഗോവാ ഭക്തോ ഗോപാലനന്ദന. മുഴുവൻ ഉപനിഷത്തുകളും പശുക്കളാണെങ്കിൽ ആ പശുക്കളെ മുഴുവൻ കറന്നെടുത്ത് ഒരു പാത്രത്തിലാക്കിയ പാലാണ് ഭഗവത്ഗീത എന്നാണ് പറയാനുള്ളത്. മുഴുവൻ ഉപനിഷത്തുകളുടെയും സാര സംഗ്രഹമാണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീത മുഴുവൻ അർജുനന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു അറിവും പകർന്നു കൊടുക്കാനില്ല. ഇതെല്ലാം പകർന്നു കൊടുത്തിട്ട് എന്താണ് കൃഷ്ണൻ അർജുനോട് പറഞ്ഞതെന്നറിയാമോ? ഞാൻ പറയുന്നതൊക്കെ നിനക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് കടുകിട മാറി സഞ്ചരിച്ചാൽ നീ നരകത്തിൽ പോകുന്ന അർജുൻ കൃഷ്ണൻ പറഞ്ഞു. നിങ്ങൾ ഗീതയിലെ 18ാമത്തെ അധ്യായം എടുത്ത് വായിച്ചു നോക്കൂ. എന്താ കൃഷ്ണൻ പറഞ്ഞത്? ഞാൻ പറയേണ്ടത് മുഴുവൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നിന്റെ ബുദ്ധിയുടെ മോചയിലിട്ട് ചിന്തിച്ചിട്ട് നിനക്ക് ഹിതമായത് സ്വീകരിക്കുക. നിനക്ക് ഹിതമായത് സ്വീകരിക്കുക. ഇത് പറയാൻ ഹിന്ദുവിന്റെ ഒരു ഈശ്വരനെ സാധിക്കും. അപ്പൊ നമ്മൾ അന്ധവിശ്വാസികളല്ല, ചിന്തിക്കേണ്ടവരാണ്, ചിന്തിച്ചുത്തരം കണ്ടെത്തേണ്ടവരാണ്, അനുഭവത്തിലൂടെ ഉൾക്കൊള്ളേണ്ടവരാണ്. അനുഭവിച്ച് ഉൾക്കൊള്ളാത്ത അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകേണ്ടവരല്ല. ഇതാണ് നമുക്ക് പറ്റുന്ന പിഴവ്. മൂഢമായ പല വിശ്വാസങ്ങളുടെയും പിറകെ പോയിക്കൊണ്ട് ഇന്ന് നമ്മുടെ പല ആചാരങ്ങളും അത് ദുരാചാരങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ശുദ്ധീകരിക്കേണ്ടതല്ലേ? ഹിന്ദുവിന് ശ്രുതികളുമുണ്ട്, സ്മൃതികളുമുണ്ട്. ശ്രുതികളാണ് വേദങ്ങൾ. അത് അനുഭവിച്ചറിഞ്ഞ സാക്ഷാത്കരിച്ച സത്യങ്ങളാണ്. ആ ശ്രുതികളുടെ സംഗ്രഹമാണ് വേദങ്ങൾ. അതാണ് ഉപനിഷത്തിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് എക്കാലത്തും ശാശ്വത സത്യങ്ങളാണ്. ആചാരങ്ങള് ശ്രുതികളുടെ ഭാഗമല്ല, അത് സ്മൃതികളുടെ ഭാഗമാണ്. നമ്മുടെ ആക്ഷേപിക്കുന്ന പല ആളുകളും മനുസ്മൃതിയെ കുറിച്ച് കളിയാക്കാറുണ്ട്. ആ കാലത്ത് മനുസ്മൃതി വേണ്ടിയിരുന്നു. ഇന്ന് മനുസ്മൃതി വേണമെന്ന് ആരും പറയാറുണ്ടോ? ഇല്ല, കാലം മാറി. ഇന്ന് മനുസ്മൃതിയിൽ ആചാരങ്ങൾ പിന്തുടരേണ്ടതാണോ? അല്ല, മാറ്റി മാറ്റി പിന്തുടരാൻ അതാത് കാലഘട്ടത്തിൽ ആചാര്യന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് മാറ്റാൻ ആചാര്യന്മാർക്ക് അതിനുള്ള അധികാരവുമുണ്ട്. അപ്പൊ ആചാരങ്ങൾ കാലത്തിനനുസരിച്ചിട്ട്, ദേശത്തിനനുസരിച്ചിട്ട് മാറ്റേണ്ടത് മാറ്റുക തന്നെ വേണം. ഏത് കാലത്തും മാറിയിട്ടുണ്ട്. അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മൾ ആചാരങ്ങൾ, അടുപ്പിക്കാൻ വേണ്ടിയിട്ടാവണം. ദേവതയുമായിട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാവണം നമ്മൾ ആചാരങ്ങൾ. കാലോചിതമായിട്ട് പരിഷ്കരിക്കേണ്ടത് തന്നെയാണ് അതൊക്കെ. അത് നമ്മുടെ ആചാര്യന്മാര് പരിഷ്കരിക്കുന്ന സമയത്ത് അതിന്റെ യുക്തിഭദ്രമായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പൊ നിങ്ങളൊക്കെ പവിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്സംഗങ്ങളിലൂടെ, ഭജനയിലൂടെ, വ്രതത്തിലൂടെ പവിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഇനി ക്ലാവ് പിടിക്കാതിരിക്കാൻ ദിവസവും വ്രതശുദ്ധിയോടുകൂടി ജീവിക്കാൻ കഴിയണം. അതിനാണ് നിത്യകർമാനുഷ്ഠാനം എന്ന് പറയുന്നത്. വലിയ കഠിനമായിട്ടുള്ള ഒന്നും ചെയ്യേണ്ട. ഹിന്ദു ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഒരു ഹിന്ദു ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. എന്താണ് പഞ്ചമഹായജ്ഞം? ഒന്ന് ബ്രഹ്മയജ്ഞമാണ്. എന്താണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്? ഇതേപോലെയുള്ള അറിവുകൾ സമ്പാദിക്കുക. വേദം പഠിക്കാന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്.
നമുക്ക് വേദം പഠിക്കാൻ സാധ്യമല്ല. പക്ഷെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് അറിവ് സമ്പാദിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ സത്സംഗങ്ങളും അറിവ് സമ്പാദിക്കുക, പ്രഭാഷണങ്ങളോട് കൂടിയെത്തുക, അറിവ് സമ്പാദിച്ചുകൊണ്ടേയിരിക്കുക. സമ്പാദിച്ച അറിവുകൾ ആർക്കെങ്കിലൊക്കെ പകർന്നു തരിക. ഇതിനെയാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മയജ്ഞമാണ്. ഞാൻ ചെയ്യുന്നതും നിങ്ങൾ ചെയ്യുന്നതും ബ്രഹ്മയജ്ഞമാണ്. ഇനി ദേവയജ്ഞം എന്താണ്? ദേവന്മാരെ പ്രീതിപ്പെടുത്തുക, ക്ഷേത്ര ദർശനം നടത്തുക, ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, ദേവോപാസന ചെയ്യുക, നാമം ജപിക്കുക, പൂജാമുറിയിൽ അല്പനേരം ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ദേവയജ്ഞമാണ്. ഇനി എന്താ പിതൃയജ്ഞം എന്ന് പറയുന്നത്? നമ്മുടെ പൂർവീകരെ സ്മരിക്കുക. മരിച്ചുപോയ നമ്മളെ ഇന്നത്തെ ഈ ശരീരത്തിന് ആരാണ് കാരണക്കാരായിട്ടുള്ളത്? ഇന്ന് നമ്മൾ കാണുന്ന അമ്പ്രജാനി എന്ന് പറയുന്ന ശരീരം തന്നിരിക്കുന്നത് ആരാണ്? നമ്മുടെ പൂർവികരായിട്ടുള്ള പിതാമഹന്മാരാണ്. അവരെ മറന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തിന്റെ ഒരു അംശം അവരിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. ഒരു വിളക്കിൽ നിന്ന് അടുത്ത വിളക്കിലേക്ക് ദീപം പകർന്ന പോലെ അവരുടെ ആത്മാംശമാണ് നമ്മളിലും അധിവസിക്കുന്നത്. അവരുടെ ആത്മാംശത്തിന്റെ ഭാഗം നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം അവർക്കുണ്ടാകുന്ന കെട്ടുപാടുകൾ നമ്മളെയും ബാധിക്കും. അതുകൊണ്ടാണ് നമ്മള് പിതൃ തർപ്പണം ചെയ്യണം എന്ന് പറയാൻ കാരണം. അവരുടെ ആത്മാവിന് ഗതിയില്ലാത്ത സമയത്ത് നമ്മുടെ ആത്മാവിനെ അത് ബാധിക്കും. അതുകൊണ്ട് പിതൃതർപ്പണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ദിവസവും ഒരു കൈക്കുടന്ന വെള്ളം എടുത്തിട്ടെങ്കിലും നമുക്ക് കുളി കഴിഞ്ഞിട്ട് ഒന്ന് പിതൃക്കൾക്ക് വേണ്ടി ഒന്ന് തർപ്പണം ചെയ്യാൻ സാധിച്ചാൽ അത് ഏറ്റവും പുണ്യമാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഉരുള ചോറെടുത്ത് മാറ്റി വെച്ചാൽ അത് പിതൃയജ്ഞമാണ്. ഈ ഭൂതയജ്ഞം എന്താ? ഭൂതയജ്ഞം എന്ന് പറയുന്നത്, ഭൂതയജ്ഞം എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ള എല്ലാത്തിനും വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുക. ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി ഇതൊക്കെ തമിഴന്മാർ കൃത്യം ചെയ്യാറുണ്ട്. തമിഴ്നാട്ടിൽ പോയി ഓരോ വീട്ടിന് മുന്നിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അമ്മമാര് കുളിച്ചിട്ട് കോലം വരയ്ക്കും അരിപ്പൊടി കൊണ്ട്. എന്തിനാ വീടിന് മുന്നിൽ കോലം വരയ്ക്കുന്നത്? ഈ അരിപ്പൊടി ഉറുമ്പുകൾക്ക് ഭക്ഷണമാണ്. ഉറുമ്പെടുത്തുള്ളതൊക്കെ അതാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ പശുവിന് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ ഭൂതയജ്ഞത്തിന്റെ ഭാഗമാണ്. ഇത് നിത്യജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. ഇനി നൃയജ്ഞം, അഞ്ചാമത്തത് മനുഷ്യയജ്ഞം. മനുഷ്യരെ സേവിക്കുക, മനുഷ്യദേവനായി കണ്ട് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും സഹായം കൊണ്ട് ആളുകൾക്ക് സഹായം ചെയ്യാം. വീട്ടില് തിഥി നോക്കാതെ കയറി വരുന്നവയാണ് അതിഥി എന്ന് പറയാം. അതിഥിയെ ദേവനായിട്ട് കണ്ട് ശുശ്രൂഷിക്കണം എന്നാണ് അതിഥി ദേവോ എന്ന് പറയാം. ഇത് നൃയജ്ഞത്തിന്റെ ഭാഗമാണ്. ഈ 5 യജ്ഞങ്ങളും നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പാലിക്കണം. നിത്യകർമാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. രാവിലെ എഴുന്നേൽക്കുക, ശരീരശുദ്ധി വരുത്തുക, ഒരു പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിക്കുന്ന നാമം ജപിക്കുക. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ആ കിടക്കയിൽ തന്നെ കിടന്നുകൊണ്ടൊന്ന് ഈശ്വരനെ സ്മരിച്ചിട്ട് എന്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം പ്രകാശിതമാകണം, എനിക്ക് മുന്നിലൂടെ നേർവഴി കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. എന്നിട്ട് കയ്യിൽ നോക്കിയിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് ശ്ലോകം ചൊല്ലിക്കൊണ്ട് കയ്യിന്റെ മുന്നിലാണെന്ത്? വിരലിലാണ് ലക്ഷ്മി ദേവി, നടുക്കാണ് സരസ്വതി, ഇത് പാർവതി ദേവിയാണ് എന്ന് കയ്യിൽ നോക്കിയിട്ട് ജപിച്ചിട്ട് ഭൂമിയിലേക്ക് നമ്മൾ ചവിട്ടാൻ പോവുകയാണ്. അപ്പൊ സ്ഥലമണ്ഡലയായിട്ടുള്ള ഭൂമി ദേവി, അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂമിയെ തൊട്ട് നമസ്കരിക്കരുതെന്നാണ് പറയാറ്. മനസ്സിൽ തന്നെ സങ്കല്പിക്കുക. അങ്ങനെ ജീവിതം ആരംഭിക്കണം. അപ്പൊ ഈശ്വര സ്മരണയോടുകൂടി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ശുദ്ധി വരുത്തിയിട്ട് പൂജാമുറിയിൽ പോയിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നേരെയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈശ്വര സ്മരണയോട് ഭക്ഷണം കഴിക്കുന്നു. എല്ലാ കർമ്മരംഗവും പൂർത്തീകരിച്ച് വീണ്ടും വീട്ടിലെത്തുന്നു. വീണ്ടും നമ്മള് ഈശ്വര സ്മരണയോടുകൂടി സന്ധ്യാവന്തനം ചെയ്യുന്നു. വീട്ടില് പറ്റുമെങ്കിൽ കുട്ടികളോടൊപ്പം വീട്ടിലെ എല്ലാവരും ഒരു നേരം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്നൊരുമിച്ചിരുന്നിട്ട് നാമം ജപിക്കാൻ ശീലിക്കണം. അങ്ങനെ ഒരു നിത്യകർമാനുഷ്ഠാനം നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം. കിടക്കുന്ന സമയത്ത് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോമിയദ്യം സകലം പരസ്മൈ നാരായണായേരി സമർപ്പയാമി. എന്റെ അവിവേകേട് കൊണ്ട്, അജ്ഞത കൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അതെല്ലാം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുക. നാളെ നമ്മള് എഴുന്നേൽക്കും നമുക്കൊരു ഉറപ്പില്ല. ഒന്ന് പ്രയത്നിച്ചാൽ മാത്രമേ ഗുണം കിട്ടുള്ളൂ. പ്രയത്നിക്കണമെങ്കിൽ സാധന ചെയ്യണം, വ്രതങ്ങൾ എടുക്കണം, ഉപാസന ചെയ്യണം. അങ്ങനെ നമുക്ക് ജീവിതത്തെ സഫലമാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. ഇന്നത്തെ വിഷയം ക്ഷേത്രോപാസനയും വ്രതാനുഷ്ഠാനവും അതേപോലെ നിത്യകർമാനുഷ്ഠാനവും എന്നതായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് സ്പർശിച്ചു പോകാനേ സാധിച്ചിട്ടുള്ളൂ.
നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ പുണ്യം ഈ ദേവപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.